ഹർത്താൽ എന്നത് അതിപ്രാകൃതമായ സമര രീതിയാണെന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ട് ഒരുപാട് കാലമായി. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും, ലോകത്ത് ഒരു രാജ്യത്തും, ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഹർത്താലോ ബന്ധോ ഇല്ല. ദേശീയ പാർട്ടികളായിട്ടുള്ള CPM, CPI, അതുപോലെ കോൺഗ്രസും BJP അടക്കമുള്ളവരുടെ തൊഴിലാളി സംഘടനകൾ, CITU, INTUC, BMS, UTUC, ഇങ്ങനെ തുടങ്ങിയുള്ള AITUC, ഇങ്ങനെ തൊഴിലാളി സംഘടനകളുണ്ടല്ലോ, അവർ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ബന്ദ് പോലത്തെ ഹർത്താലുകൾ നടത്തും, അല്ലെങ്കിൽ ദേശീയ പണിമുടക്കം നടത്തും. അതൊരു ബന്ദ് മോഡലാണ് പോകുന്നത്. കേരളത്തിൽ പക്ഷേ അത് ബന്ദ് മോഡലാക്കി മാറ്റിക്കളയും. മറ്റൊരു സംസ്ഥാനത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടക്കും. പശ്ചിമ ബംഗാളിൽ CPM ഭരിച്ചിരുന്നപ്പോഴും അത് നടന്നിരുന്നു, ത്രിപുരയിൽ CPM ഭരിച്ചിരുന്നപ്പോൾ നടന്നിരുന്നു. പക്ഷേ എന്നാലും അതൊന്നും ബന്ധായി മാറില്ല. അത്യാവശ്യം രോഗികളെ, അത്യാവശ്യം പരീക്ഷ എഴുതുന്നവരെ, മാത്രമല്ല സർക്കാരുകൾ പരീക്ഷ മാറ്റിവെക്കും. പരീക്ഷ എഴുതുന്നവരെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നവരെ, ആംബുലൻസ് പോകുന്നവരെ, മെഡിക്കൽ സ്റ്റോർ, ഫുഡിൻ്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ പ്രവർത്തിക്കാൻ അനുവദിക്കും. അവിടെ ഒരു ഗൂണ്ടായുസവും അനുവദിക്കുകയില്ല. അപ്പോൾ ഹർത്താൽ എന്ന് പറയുന്നത് തന്നെ വളരെ പ്രാകൃതമായ ഒരു സമര രൂപമാണ്. അത് ആര് നടത്തിയാലും, NSS നടത്തിയാലും, SNDP നടത്തിയാലും, മുന്നോക്ക സമുദായം നടത്തിയാലും, പിന്നോക്ക സമുദായം നടത്തിയാലും അത് അശ്ലീകരമാണ്. അത് നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി നടത്തുന്നു, ശരി, നടത്തുന്നെങ്കിൽ ഒരു അവധി ദിവസം നടത്തിക്കോണം. അപ്പോൾ പിന്നെ ശല്യമില്ല, നാട്ടുകാർക്ക് ശല്യമില്ല, ഒരു ശല്യമില്ല. അവധി ദിവസം നടത്തണം, ഞായറാഴ്ചകൾ നടത്തണം. ഇത് ഹൈക്കോടതി ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ നടത്തണം, ഒരു അവധി ദിവസം നടത്തണം. ജനങ്ങളും പരീക്ഷയില്ല, വളരെ കുറച്ച് പേരുടെ കാര്യങ്ങളെ വരുന്നു, ആശുപത്രി പോണ കേസ് മാത്രമേ വരത്തുള്ളൂ. അത് അനുവദിക്കുകയും വേണം. ഇന്നലെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഹർത്താലിൻ്റെ ഭാഗമായി പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ തടഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ രാജധാനി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, കോളേജുണ്ട്, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞൊരു കോളേജുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 10-30 കിലോമീറ്റർ ഒരു ഗ്രാമത്തിലാണ്. പക്ഷേ അത് വലിയൊരു ഹോട്ടൽ വ്യവസായമൊക്കെ ഉള്ളൊരു മുതലാളിയാണ്. അതുകൊണ്ട് തന്നെ അത്യാധുനികമായി എല്ലാ സംവിധാനവും ഉള്ളൊരു കോളേജാണ്. അവിടെ നല്ല വലിയ രീതിയിൽ കുട്ടികൾ പഠിക്കുന്ന കോളേജുമാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റിനൊക്കെ വളരെ വലിയ നല്ല കോഴ്സുള്ള കോളേജാണ്. ആ കോളേജിലാണ് എല്ലാ കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് എല്ലാ നാഷണൽ പരീക്ഷകളും അവിടെ വെച്ച് നടക്കും. അത് പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ പോലും, മാനേജ്മെൻറ്റ് കോളേജ് ആണെങ്കിൽ പോലും. അങ്ങനെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വലിയ പരീക്ഷ അവിടെ ഇന്നലെ എൻട്രൻസ് പരീക്ഷ നടന്നു. 300-ലധികം വിദ്യാർത്ഥികൾ അവിടെ എഴുതേണ്ടിടത്ത് 120-200-ലധികം വിദ്യാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഈ കണക്കെടുക്കണം. ഇന്നലെ ഹർത്താൽ നടത്തിയവർ, ഒരു ക്യാൻസർ രോഗി, അദ്ദേഹത്തിൻ്റെ ക്യാൻസറിന് അവിടെ ചികിത്സിച്ച, ക്യാൻസർ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച റെസിപ്റ്റും ബില്ലും അദ്ദേഹത്തിൻ്റെ എക്സ്റേയുമായിട്ടൊക്കെ അദ്ദേഹം കെഞ്ചുകയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി കടത്തിവിട്ടില്ല. എന്താണ് ചെയ്തത് ഇന്നലെ? എന്നിട്ട് അതിനൊരു നരേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസകരമായൊരു നരേഷനാണ്. ആ നരേഷൻ കൊണ്ടുവന്നതിൽ മുന്നോക്ക സമുദായക്കാരുമുണ്ട്, പിന്നോക്ക സമുദായത്തിലുണ്ട്, ദളിത് സ്നേഹിതരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്താ നരേഷൻ? ആദിവാസികൾക്കും ദളിതന്മാർക്കും ഹർത്താൽ നടത്തിക്കൂടെ? ആരും ഹർത്താൽ നടത്തിക്കൂടന്നേ. അടുത്ത നരേഷൻ എന്താണ്? ആദിവാസികളും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും ദളിതന്മാരും ഹർത്താൽ നടത്തിയതുകൊണ്ട് സമ്പന്ന വർഗ്ഗക്കാർ പൊളിച്ചു. ആരാ പൊളിച്ചത്? എത്ര തോന്നിയവാസമാണ്, ഗൂണ്ടായുസമാണ് നടക്കുന്നത്. മറ്റൊരാളിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ലോകത്തിലെ ഏക ജനാധിപത്യ രാജ്യം ഇന്ത്യ മാത്രമേ കാണുകയുള്ളൂ. അതിൽ ഏറ്റവും അശ്ലീലമായിട്ടുള്ള, ഏറ്റവും അപക്വമായിട്ടുള്ള, ഏറ്റവും പ്രാകൃതമായിട്ടുള്ള രീതി കാണിക്കുന്നത് മലയാളി മാത്രമേ ഉള്ളൂ. വേറെ ഒരു സമൂഹം ഇത് ചെയ്യാറില്ല, ഒരു സാക്ഷര സമൂഹം ഇത് ചെയ്യാറില്ല. മലയാളി മാത്രമേ ചെയ്യാറുള്ളൂ. ഇന്നലെ ഹർത്താലിനേക്കാൾ എത്ര മനോഹരമായ പരിപാടി! നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ 40 പേര് വന്ന് ഒരു സമരം നടത്തിയിട്ട് പോയി. നിങ്ങൾ 150ഓളം സംഘടനകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്നലത്തെ ഹർത്താലിൽ. ഈ 150 സംഘടനകളും കൂടി ഒരു 10-10,000 പേരെ സെക്രട്ടേറിയറ്റ് നടയിൽ പോയി നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കാം. അവിടെയുള്ള പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വീട്, ആഭ്യന്തരമന്ത്രി എന്നുള്ള മുഖ്യമന്ത്രിയുടെ വീട് ഉപരോധിക്കാം. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാം. നിങ്ങൾക്ക് മന്ത്രിമാരെ വഴി തടയാം, മുഖ്യമന്ത്രി വഴി തടയാം, ഗവർണറുടെ ഓഫീസിൽ പോയി വേണമെങ്കിൽ പറയാം, രാജ്ഭവൻ, കാരണം അദ്ദേഹം ഇടപെട്ടില്ല എന്ന് വേണമെങ്കിൽ ചെന്ന് പറയാം. DGPയുടെ വീട് ഉപരോധിക്കാം, ഔദ്യോഗിക വീടെന്നുള്ള സ്വന്തം വീടല്ല, DGPയുടെ ഓഫീസ് ഉപരോധിക്കാം. വളരെ വലിയ തോതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, സത്യാഗ്രഹ സമരങ്ങൾ ആരംഭിക്കാം, നിരാഹാര സമരങ്ങൾ ആരംഭിക്കാം. എന്തെല്ലാം സമരമാർഗങ്ങൾ കിടക്കുന്നു. അതൊന്നും ചെയ്യാതെ ഹർത്താൽ നടത്തി. ഓക്കെ, സമാധാനപരമായിരിക്കട്ടെ.
സമാധാനപരമായി ഹർത്താൽ നടത്തണ്ടേ? ഇനി നടത്തിയാൽ തന്നെ ഇതൊരു തരം ഗൂഢായുസമായിപ്പോയി മാഷേ. എനിക്ക് തോന്നിയ ദുരന്തം ഹർത്താൽ നടത്തിയതോ ഹർത്താലിൽ നടന്ന ഈ പരീക്ഷയ്ക്ക് പോയ കുട്ടികളെ തടഞ്ഞതോ 1 വർഷമാണ് ആ പെൺകുട്ടികൾക്ക് നഷ്ടമാകുന്നത്. ഇന്നലെ നാഷണൽ ടാലൻറ്റ് NTET എന്ന് പറയുന്ന ആയുർവേദ MD കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള ആയുർവേദ പരീക്ഷ നടന്നു. വെഞ്ഞാറമൂടൊക്കെയാണ് സെൻറ്റർ വെച്ചിരുന്നത്. തിരുവനന്തപുരത്തുകാരും മറ്റ് ജില്ലകളിലുള്ള പലരും വെഞ്ഞാറമൂടിൽ പോയി പരീക്ഷ എഴുതണം. വെഞ്ഞാറമൂടിൽ ഇപ്പോൾ റോഡ് പണിയും കൂടെ നടക്കുകയാണ്. എത്ര ദുരിതമാണ് ഇന്നലെ പെൺകുട്ടികളും ആൺകുട്ടികളും അനുഭവിച്ചത്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അതിൽ ദളിത കുട്ടികളുമുണ്ട്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ട്, നായരുണ്ട്, നമ്പൂരിയുണ്ട്, നായാടിയുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, എല്ലാവരുമുണ്ട് ആ പെൺകുട്ടികളിൽ, ആൺകുട്ടികളിൽ. എത്ര ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്. ഇന്നലെ VITയുടെ പരീക്ഷ, NTETൻ്റെ പരീക്ഷ, എത്ര പരീക്ഷയാണ് ഇന്നലെ നടന്നത്. ആ കുട്ടികളുടെ ജീവിതം 1 വർഷം നഷ്ടപ്പെട്ടതിന് നിങ്ങൾ ഉത്തരം പറയുമോ? നിങ്ങൾ ചെയ്യേണ്ട സമരമാർഗ്ഗം ഇതല്ല. കളക്ട്രേറ്റുകൾ ഉപദ്രവിക്കൂ. കളക്ടറൊന്നും അനങ്ങാൻ സമ്മതിക്കരുത്. അവിടെ ഇത് നടന്ന കളക്ട്രേറ്റ് ഉണ്ടല്ലോ കണ്ണൂരിൽ, അനങ്ങാൻ സമ്മതിക്കരുത്. അത് പിന്നെ നിങ്ങളവിടുത്തെ മുഖ്യമന്ത്രി കണ്ണൂരിലുള്ള ആളെ അനങ്ങാൻ സമ്മതിക്കരുത്. മുഖ്യമന്ത്രി പുറത്തിറങ്ങരുത്. നിങ്ങൾക്ക് കഴിയുമോ? ആളുകളുടെ നെഞ്ചത്തോട്ടങ്ങ് കയറുകയാണ്. എളുപ്പമുണ്ടല്ലോ. ഹർത്താലും അങ്ങ് പ്രഖ്യാപിക്കുക, ഒരു 4 ആൾ കൊടിയുമായിട്ട് ഇറങ്ങുക, പിന്നെ അങ്ങ് വണ്ടി തടയുക. കാല് പിടിച്ച് കരഞ്ഞു ഇന്നലെ പെൺകുട്ടികൾ, നിങ്ങളുടെ ചാനലുകളിൽ കണ്ടതാണ്. എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്ന ചാനലിൻ്റെ ജാതി നോക്കുക, മാതൃഭൂമിയുടെ ജാതി നോക്കുക, ഏഷ്യാനെറ്റിൻ്റെ ജാതി നോക്കുക. അവർ ദളിതന്മാർ നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഗൂണ്ടായുസമെന്ന്. ഇവിടെ CITയുടെ അഖിലേന്ത്യാ സമരത്തിൽ പണിമുടക്കിൽ ഇളമരം കരീമിന് അവിടെ ഒരു ആട്ടോയോ കാറോ എന്തോ ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ബഹളമുണ്ടാക്കിയതിന് ഇളമരം കരീയുടെ ചെപ്പയ്ക്ക് അടി കൊടുക്കണമെന്ന് ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ പറഞ്ഞായിരുന്നു. വലിയ വിവാദമായി ഇവിടെ. ഇളമരം കരീം കൊണ്ട് കേസ് കൊടുത്തു. വിനു വി ജോണിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. അത് CIT നടത്തിയ സമരത്തിനെതിരെയാണ് വിനു വി ജോൺ പറഞ്ഞത്. അതിലെന്ത് ജാതി? അക്രമത്തെ ആളുകൾ അപലപിക്കുമ്പോൾ അതിൽ ജാതി കുത്തിക്കയറ്റരുത്, അതിൽ മതം കുത്തിക്കയറ്റരുത്. ആദിവാസി നടത്തിയാലും ദളിതന്മാർ നടത്തിയാലും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ നടത്തിയാലും പിന്നോക്ക വിഭാഗം നടത്തിയാലും മുന്നോക്ക വിഭാഗം നടത്തിയാലും ഏതു ജാതിക്കാർ നടത്തിയാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ നടത്തിയാലും ഗൂണ്ടായുസം തന്നെയാണ്. തടയൽ തന്നെയാണ്. അതിന് പൊതുസമൂഹം ചിലപ്പോൾ നിശബ്ദമായിരിക്കും. അവരെ നെഞ്ചിലാണ് ഇന്നലെ കയറിയത്. ശരി, 1 മണിക്കൂർ തടഞ്ഞു. വണ്ടികൾ 1 മണിക്കൂർ ഒന്ന് തടഞ്ഞു. 2 വണ്ടിക്ക് കല്ലെറിഞ്ഞു. ഇപ്പോൾ ട്രാൻസ്പോർട്ടിന് കല്ലെറിയാൻ പറ്റത്തില്ല, കാര്യം പിടിച്ചാൽ വലിയ ശിക്ഷയാണ്. 2 വണ്ടി ഒന്ന് തടഞ്ഞു. പ്രകടനം പോയി. അവർ പോകും, ബാക്കിയുള്ള വണ്ടികൾ പോകും. ഇതെന്തോ ആണ് ഈ കാണിച്ചതെന്ന് വളരെ വലിയ ഗുരുതരമായ പ്രതിഷേധമുണ്ട്. പ്രാകൃതമായ സമരരീതിയാണിത്. ഈ രീതി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. വേറെ വലിയ സമരമാർഗങ്ങളുണ്ട്, സമരരീതികളുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. റാമിനെ പിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. റാമിനെ പിടിക്കാത്തത് ഗവൺമെൻറ്റാണ്. അതിനിവിടുത്തെ പാവപ്പെട്ട പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ത് പഠിച്ചു, വിദ്യാർത്ഥിനികൾ എന്ത് പഠിച്ചു, ആശുപത്രി ക്യാൻസർ പേഷ്യൻ്റായി ആശുപത്രി പോകുന്നവർ എന്ത് പഠിച്ചു, അമ്മയും കുഞ്ഞുമായി ബാംഗ്ലൂരിൽ നിന്ന് അറിയാതെ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ വന്ന് ഇറങ്ങിയവർക്ക് എന്ത് പേടിച്ചു? അവർ വളരെ ലൂസായിപ്പോയി. സോറി ടു സേ. സണ്ണി കവിക്കാടും റെജിമേൻ കുട്ടപ്പന്മാരും അങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് വലിയ റെസ്പെക്റ്റാണ്. കാരണം എന്താണ്? നമ്മുടെ റെസ്പെക്റ്റ് വേണ്ട, എന്നാലും റെസ്പെക്റ്റ് അങ്ങോട്ട് തരുമ്പോൾ വേറെ വേണ്ട നമ്മളല്ലേ തീരുമാനിക്കുന്നത്. നിങ്ങളോടൊക്കെ വലിയ റെസ്പെക്റ്റാണ്, ശ്യാംകുമാറിനോടൊക്കെ. കാരണം നിങ്ങൾ ഈ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നവരാണ്. ബാക്കി വിവാദവും തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ കഷ്ടമായിപ്പോയി, വളരെ സങ്കടകരമായിപ്പോയി. അതിനെ ന്യായീകരിക്കുന്ന NSS എന്നും SNDP എന്നൊക്കെ പറഞ്ഞ് അതിൽ ജാതി കുത്തിക്കയറ്റുന്ന കുറേ അഭിനവ നേതാക്കളും കൂടെയുണ്ട്. നിങ്ങളിവിടെ എല്ലാവരോടും ഒറ്റ സ്വരത്തിൽ പറയാനുള്ളത് സോറി ടു സേ. ഇത് പ്രാകൃതമാണ് ഈ സമരരീതി. അല്ലെങ്കിൽ നിങ്ങൾ ആഹ്വാനം ചെയ്തിട്ട് നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. ജനങ്ങളുടെ നെഞ്ചത്ത് കയറരുത്.